ആശാപ്രവർത്തകർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രഖ്യാപിച്ച ധനസഹായം പ്രായോഗികമല്ലെന്ന് തദ്ദേശ മന്ത്രി MP രാജേഷ്. ധനസഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ തനത് ഫണ്ട് മാത്രമേ സർക്കാർ അനുമതിയില്ലാതെ ഉപയോഗിക്കാൻ കഴിയൂ. ആവർത്തന സ്വഭാവമുള്ള ഫണ്ട് അംഗീകരിക്കാൻ കഴിയില്ല. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ പ്രതികരണം: സാധാരണഗതിയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയവയ്ക്ക് മാത്രമാണ് തനത് ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുക. തദ്ദേശ സ്ഥാപനങ്ങളുടെ അംഗീകരിച്ച പദ്ധതിയുണ്ട്. DPC അംഗീകരിച്ച പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനെ തനത് ഫണ്ട് ഉപയോഗിക്കാൻ കഴിയും. അല്ലാത്ത തനത് ഫണ്ട് ഉപയോഗിക്കണമെങ്കിൽ സർക്കാർ അനുമതി വേണം. പക്ഷെ അപ്പോൾ തന്നെ സാധാരണ ആവർത്തന ചെലവുകൾ വരുന്ന ഇനങ്ങൾക്ക് അങ്ങനെ അംഗീകാരം കൊടുക്കാറില്ല. ഒറ്റത്തവണ ഒരു കാര്യത്തിന് ചിലപ്പോൾ അംഗീകാരം കൊടുക്കാറുണ്ട്. സർക്കാർ മാത്രമല്ല ഇത് അംഗീകരിക്കുന്നത്, തദ്ദേശ വകുപ്പ് അംഗീകരിക്കുന്നതല്ല. വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്. ആ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഇത്തരം ആവശ്യങ്ങൾ കേസ് ടു കേസ് എന്ന നിലയിൽ പരിഗണിച്ചാണ് തീരുമാനമെടുക്കുന്നത്. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്ന കാര്യമില്ല. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് നമുക്കൊപ്പം ചേരുന്നത് പാലക്കാട് നിന്ന്. പ്രസാദ്, ഈ ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ സമരം സർക്കാരിനൊരു തലവേദനയായി തിരുവനന്തപുരത്ത് തുടരുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനിടയിലാണ് കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ആശാവർക്കർമാർക്ക് സ്വന്തം നിലയിൽ ആനുകൂല്യങ്ങൾ കൂട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചത്. അത് പിന്നീട് KPCC ഒരു പൊതു സർക്കുലറായി അയക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴാണ് ഈ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ജില്ലാ പ്ലാനിങ്ങിൻ്റെയും സർക്കാരിൻ്റെയും അനുമതി വേണം എന്നൊരു നിയമപ്രശ്നം അതിനകത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ തദ്ദേശ മന്ത്രി വിശദീകരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബിനിൽ, ഈ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം പാലക്കാട് BJP ഭരിക്കുന്ന നഗരസഭയിലും ഇത്തരത്തിൽ ആശാ വർക്കർമാർക്ക് പ്രതിമാസം 1000 രൂപ അധികം നൽകാം എന്നുള്ള ബജറ്റ് പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ തദ്ദേശ വകുപ്പ് മന്ത്രി വിശദീകരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ് എന്നുള്ളതാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സർക്കാരിൻ്റെ അനുമതി വേണം. സർക്കാരിൻ്റെ അനുമതി എന്ന് പറയുന്നത് തദ്ദേശ വകുപ്പിൻ്റെ തന്നെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി അംഗീകരിച്ചാൽ മാത്രമേ ഇതെല്ലാം നടപ്പിലാകൂ. പക്ഷേ അത്തരത്തിൽ പ്രത്യേക അനുമതി തനത് ഫണ്ട് ഉപയോഗിക്കണമെങ്കിൽ അതിന് വ്യവസ്ഥകളുണ്ട്. ആവർത്തന ചെലവ് വരുന്ന, അപ്പോൾ ശമ്പളം, വേതനം ഉൾപ്പെടെയുള്ള ആവർത്തന ചെലവ് വരുന്ന കാര്യങ്ങൾക്ക് തനത് ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥയുണ്ട്. അപ്പോൾ ഈ വ്യവസ്ഥ നിലനിൽക്കെ ഇങ്ങനെയൊരു പ്രഖ്യാപനം അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം സാധാരണഗതിയിൽ ശമ്പളമൊന്നും തനത് ഫണ്ടിൽ നിന്നും എടുത്തു കൊടുക്കാറില്ല. അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമായിട്ടാണ് കാണുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ സ്വാഭാവികമായും ഇതിന് അനുമതി തേടി സർക്കാരിൻ്റെ മുമ്പിലേക്ക് ഈ അപേക്ഷകൾ വരുമ്പോൾ കോർഡിനേഷൻ കമ്മിറ്റി അത് തള്ളും. കാരണം ആവർത്തന ചെലവാണ്. ഒരു പ്രതിമാസം 1000 രൂപ വീതം കൊടുക്കാനുള്ള അനുമതി തനത് ഫണ്ടിൽ നിന്ന് എടുക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും അത് സർക്കാർ തള്ളുമ്പോൾ അതിൻ്റെ പഴി കൂടി സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാം എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു, ഓരോ പഞ്ചായത്തും ഇത്തരത്തിൽ 1000 രൂപ വീതം ആശാ വർക്കർമാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ സംസ്ഥാന സർക്കാർ അതിന് തടസ്സം നിന്നു എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രചരണം നടത്താൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ്. തദ്ദേശ വകുപ്പുകളുടെ ഫണ്ട് ഉപയോഗിക്കുക, തനത് ഫണ്ടാണെങ്കിൽ പോലും അതിനെല്ലാം തന്നെ ഉപയോഗിക്കുന്നതിനൊരു വ്യവസ്ഥയുണ്ട്. ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. പക്ഷേ അത് പ്രായോഗികമായി സാധ്യമല്ല എന്നുള്ളതാണ് മന്ത്രിയുടെ വിശദീകരണം. ഓക്കെ, വ്യക്തമാണ്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. ആശാപ്രവർത്തകർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ, കോൺഗ്രസും BJPയും ഉൾപ്പെടെ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ പ്രഖ്യാപിച്ച ഓണറേറിയം വർധന അല്ലെങ്കിൽ വിഹിത വർധന നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ല എന്നുള്ളതാണ് ഇപ്പോൾ തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് പ്രതികരിച്ചിട്ടുള്ളത്.